ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് സ്പൈനൽ ഇഞ്ചുറി ഒക്കെ വന്നിട്ട് പാരലൈസ് ആയി ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ചികിത്സയിലൂടെ സാദിഖിന്റെ വീഡിയോ കണ്ടില്ല, ആരാണെന്ന് ഒന്ന് കണ്ടാൽ നന്നായി. ഏത് സാദിഖാണെന്ന് കാണുന്നു. ഓക്കെ, ചോദ്യം മനസ്സിലായി. ഈ ഗ്രൂപ്പിൽ ഇപ്പൊ സമീർ സംസാരിച്ചിരുന്നു. സമീർ പോയിരുന്നോ? സമീർ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉത്തരം അയാൾക്ക് പറയാൻ പറ്റും. സമീർ ഓക്കെ. സമീറിന് ഈ അടുത്ത് 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അതൊന്ന് പറയാവോ? അയാൾ ചോദിച്ചതിന് ഉത്തരം. മോഡേൺ സയൻസിലെ എന്താണെന്നുള്ളതല്ല ഇവിടെ ആവശ്യം. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് സ്വീകരിച്ച ആളുടെ 2 അനുഭവം ഇപ്പൊ സമീറിന്റെ വൈഫിന് ട്രീറ്റ്മെന്റിന് ശേഷം സമീർ 2 പേരെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സമീർ പറഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായും സാർ. സാർ ഞാനിപ്പോ 2 കുട്ടികളുണ്ട്, 2 ചെറിയ കുട്ടികൾ. സോറി, ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. കുട്ടികളല്ലല്ലോ, അവര് വലുതല്ലേ? ഏതാ കുട്ടികളല്ലല്ലോ, അവര് വലുതല്ലേ? കുട്ടികൾ മീൻസ് 25 വയസ്സ് താഴെയുള്ളവര്, അതോ കുട്ടികളെന്ന് പറഞ്ഞത്? സോറി. ഓക്കെ. സിൻസാറുള്ളക്ക് ഒരു പിരിവ് നടത്തിയ ഒരു പയ്യനും അതല്ല അത് ജസ്റ്റ് അവര് പിന്നെ ചെറിയ ഇഷ്യൂസ് കൊണ്ട് വേദന കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിർത്തി വെച്ചിട്ടുള്ള. അതല്ല, വേറെ 2 കുട്ടികൾ. സോറി, 25 സിൻസാറിലൊക്കെ പറഞ്ഞത് മോർ ദാൻ 30 ഇയർ ഉണ്ട്. ഇത് 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ബൈക്കിൽ നിന്ന് വീണതാണ്. ഒരാൾ ബൈക്കിൽ നിന്ന് വീണപ്പോൾ അരക്ക് താഴെ ഒന്നും അറിയുന്നില്ല. പാവപ്പെട്ടവരാണ്, വർഷങ്ങളായി അവർക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്ന് അവർക്ക് ആ കുട്ടിക്കുള്ളത് റാഫി എന്നാണ്, കണ്ണൂർ ജില്ലയിലെ നാറാത്താണ് സ്ഥലം. ഓക്കെ. പിന്നെ ഞാനുള്ളത് സൗദി അറേബ്യ. അവർക്ക് ഫോട്ടോ ഞാൻ സാറിന് അയച്ചു തരും. ഷോർട്ടായിട്ട് വേഗം പറയൂ. ഓക്കെ. അവർക്ക് അരക്ക് താഴെ ഒന്നും അറിയില്ല ഒരാൾക്ക്. ഏകദേശം ഇപ്പൊ 2 ആഴ്ചയിൽ മേലെയായി. അവരുടെ വോയിസ് എനിക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ചില ഭാഗങ്ങളിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് അത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ താഴേക്ക് എന്തെങ്കിലും പറ്റി അതിന്റെ താഴേക്ക് പിന്നെ സ്പർശനം കിട്ടാത്തതാണ്. പക്ഷെ സ്പർശന ശേഷി അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടാന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് ആണ്. പിന്നെ തീർച്ചയായും. 2ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് സ്വിമ്മിങ് ചെയ്തത്, പള്ളിയിൽ കുളത്തിലേക്ക് ചാടിയതാണ്. വീണത് കരക്കാണ്. അവർക്ക് നെഞ്ചിൻ അറിയില്ല. എന്താണ് കേട്ടില്ല? 2ാമത്തെ ആളെന്ന് പറഞ്ഞത് കുറച്ച് ഹൈറ്റ് നിന്ന് പള്ളിയിൽ കുളത്തിലേക്ക് സ്വിമ്മിങ് ചെയ്ത, കുളിക്കാൻ വേണ്ടി ചാടിയതാണ്. ഹലോ, പറയൂ, കേൾക്കണ്ട്. ഓക്കെ. അയാള് വീണത് കല്ലിന്റെ മുകളിലൊക്കെ വീണത്, ഹൈറ്റ് നിന്ന് ചാടിയത്. അപ്പൊ നെഞ്ചിന്റെ താഴേക്കൊന്നും അറിയുന്നില്ല. ഓക്കെ. അപ്പൊ അവർക്ക് ഇപ്പം അതുപോലെ കൈ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. കൈന്റെ വിരലുള്ള ഇപ്പൊ അനങ്ങുന്നുണ്ട്. പിന്നെ 2 ആള് പിടിച്ചാല് അവർക്ക് കട്ടിന് എണീച്ചിരുത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ 14 ദിവസം ചെയ്തതിനു ശേഷം വെയിറ്റ് കുറഞ്ഞു. ഇന്ന് അവരെ ഉമ്മായുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വെയിറ്റ് കുറഞ്ഞു. അവരെ ഉമ്മാക്ക് ഒറ്റക്ക് അവരെ എണീച്ച് ഇരുത്താൻ വേണ്ടി പറ്റുന്നുണ്ട് പറഞ്ഞു. ഇപ്പൊ ആ മെസ്സേജ് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യണം. നമുക്ക് എനിക്ക് വന്നിട്ടുണ്ട്. 2 ആളെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ സ്പൈനൽ കോഡിന് എന്തെങ്കിലും പറ്റിയാൽ ഇതിൽ ഈ ചികിത്സയിൽ പറ്റുമോ എന്ന് ചോദിച്ചാല്, ഈ പറഞ്ഞ 2 രോഗികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവർ 2 പേരും കണ്ണൂരുകാരല്ലേ? അതെ, കണ്ണൂര്. ഒരാള് നാറാത്ത്, ഒരാള് പാപ്പിനിശ്ശേരി. അതെ. അപ്പൊ ഇത് മന്ത്രവാദമല്ല, പക്ഷെ ചികിത്സയാണ്. അപ്പൊ ചികിത്സിച്ചാൽ മാറുമെന്ന് ചോദിച്ചാൽ മാറും. ഇതിന്റെ പിന്നില് പ്രവർത്തനം സാറേ 20 കൊല്ലത്തിൽ മേലെ നടുവേദന എന്റെ മാറിയത്. അതുകൊണ്ടാണ് ഞാൻ അവരെ സാറിലേക്ക് അടുപ്പിക്കുന്നത്, എന്റെ അനുഭവം. ഓക്കെ. അപ്പൊ നേരത്തെ ചോദിച്ച ആളുടെ ചോദ്യത്തിന് ഈ അനുഭവം ഉള്ളവരുടെ ഉത്തരവാണ് എളുപ്പം. ഞങ്ങൾ പറഞ്ഞാല് ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ലല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. കാരണം ഇതിന് തന്നെ നമുക്ക് സമയമില്ല. പൊതുവെ